ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നന്നാരി സിറപ്പാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ നന്നാരി സിറപ്പ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. ആ പോട്ടിലേക്ക് 2 കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ 2 കിലോ പഞ്ചസാര വെച്ചിട്ടാണ് ഈ നന്നാരി സിറപ്പ് ഞാൻ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു എഗ്ഗാണ്. അപ്പോൾ ആ എഗ്ഗിൻ്റെ വൈറ്റ് പോർഷൻ മാത്രം എടുത്തിട്ട് ഈ പഞ്ചസാരയിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പഞ്ചസാരയിലേക്ക് എഗ്ഗിൻ്റെ വൈറ്റ് പോർഷൻ ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പഞ്ചസാരയിൽ ഒരുപാട് വേസ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ നന്നാരി സിറപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് മുകളിലേക്ക് പൊന്തി വന്ന് നിൽക്കും. അപ്പോഴാണ് നമ്മുടെ നന്നാരി സിറപ്പ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ മാക്സിമം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നന്നാരിയാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ നന്നാരി ഒന്ന് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 8 ഏലക്കായയാണ്. അതിനുശേഷം 2 പട്ടയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ഈ പഞ്ചസാരയിലേക്ക് 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 2 കിലോ പഞ്ചസാര എടുത്തതിൽ അതിലേക്ക് 2 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാ 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച നന്നാരി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നാരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നാരി ഞാൻ ഇതിലേക്ക് വാഷ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കായയും പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ഇത് തിളക്കുന്നത് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തിളച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ അതാ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ മുട്ടയുടെ പോർഷനൊക്കെ മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആ പഞ്ചസാരയിലുള്ള ചളികളെല്ലാം ആ ഇതിലേക്ക് മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഒരു 1.5 ലിറ്റർ നന്നാരി സിറപ്പാണ് കിട്ടുക. ഇതൊന്ന് വറ്റി വരും. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 45 മിനിറ്റൊക്കെ എടുക്കും. അപ്പോൾ ഇതാ ഞാനൊരു അരിപ്പ വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് വന്നിട്ടുള്ള ആ വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നന്നാരി നമുക്ക് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ച് മാറ്റാം. അപ്പോൾ നമ്മൾ എല്ലാവരും കടകളിൽ നിന്നാണ് നന്നാരി വാങ്ങിക്കാറ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നല്ല ഡാർക്ക് കളറൊന്നും കിട്ടില്ല. ഒരു ലൈറ്റ് പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഇതുപോലെയാണ്. ഇപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് നല്ല ഡാർക്കായിട്ടുള്ള നന്നാരി സിറപ്പാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര എടുത്തൊന്ന് കാരമലൈസ് ചെയ്ത് എടുത്തിട്ടാണ് സിറപ്പ് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് അത് ഡാർക്ക് കളറായിട്ട് കിട്ടുന്നത്. അതിനേക്കാൾ നമുക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് ഈ ഒരു നന്നാരി സിറപ്പ് കൊണ്ട് നമുക്ക് സർബത്ത് ഉണ്ടാക്കുമ്പോഴാണ്. കാരണം ഇത് നാച്ചുറൽ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നന്നാരി സിറപ്പാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് കാലമൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു ബോട്ടിലേക്ക് ഒഴിക്കാം. അപ്പോൾ ചൂടുകാലാണ്, ഇനി വരുന്നത് റമദാനാണ്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതാ ബോട്ടിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണാം. അതിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു സർബത്ത് ഉണ്ടാക്കുന്നതും കൂടെ കാണിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.